എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ഇന്നത്തെ ലഞ്ചിന് സ്പെഷ്യൽ കോവക്കയാണ് കേട്ടോ. അത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് നമുക്കൊന്ന് നോക്കാം. അരിഞ്ഞു വെച്ച കോവക്ക ചൂടായ ഓയിലിൽ ഇട്ട് കൊടുക്കാം. നല്ല മിക്സ് ചെയ്യാം. അത് നല്ല ഫ്രൈ ആവട്ടെ. അതിന് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല ഫ്രൈ ആവട്ടെ. നല്ല മിക്സ് ചെയ്യാം. നല്ലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. നല്ല ടേസ്റ്റാണ് കേട്ടോ. സിമ്പിളായിട്ടുമാണ്. അതിന് കുറച്ച് തക്കാളി ഉള്ളി അരിഞ്ഞേക്കാം. തക്കാളി ഉള്ളി അരിഞ്ഞതാണ്. കോവക്ക നല്ല ഫ്രൈ ആയിട്ടോ. അത് നമുക്ക് വേറൊരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കാം. നല്ല ടേസ്റ്റാണ്. ആരും ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ ഇതേമാതിരി ഒന്ന് ചെയ്ത് നോക്കി. ടേസ്റ്റാട്ടോ. എല്ലാവരും കഴിച്ചോളും. ചൂടായ ഓയിലിൽ അരിഞ്ഞ ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി നല്ലൊന്ന് ഫ്രൈ ആവട്ടെ. ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. പേസ്റ്റ്. അത് നല്ല പച്ചമണം മാറുന്നവർക്ക് നല്ല മിക്സ് ചെയ്യാം. ബിരിയാണി അരി കേട്ടോ. അത് ഓപ്ഷനാണ്. ഇട്ടോളണമെന്ന് നിർബന്ധമല്ല. തക്കാളി ഇട്ട് കൊടുക്കാം. നല്ലൊന്ന് മിക്സ് ചെയ്യാം. തക്കാളി വേകാൻ വേണ്ടിയിട്ട് നമുക്ക് കല്ലുപ്പ് ഇട്ട് കൊടുക്കാം. കല്ലുപ്പാണ്. അതിന് മേലെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നല്ലൊന്ന് മിക്സ് ചെയ്യാം. തക്കാളി നല്ല വെന്ത് ഉടയണം കേട്ടോ. നല്ല വെന്തുടയണം. രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കി. അതിൻ്റെ ഒരു മസാല നമുക്ക് അരയ്ക്കാം. വറുത്ത് വെച്ചതാണ് കേട്ടോ. വേർക്കടല വറുത്ത് ഡബ്ബയിലിട്ട് വെച്ചതാണ്. വേർക്കടല ആവശ്യത്തിനുള്ള പട്ട, 2 ഗ്രാമ്പ്, കുറച്ച് ജീരകം കേട്ടോ. നല്ല പേസ്റ്റാക്കി എടുക്കാം. കളറിന് വേണ്ടിയിട്ട് കാശ്മീരി മുളകും പൊടി എടുത്തുക്കണേ. എരിവിന് വേണ്ടിയിട്ട് സാധാരണ മുളകും പൊടി എടുത്തുക്കണേ. ആവശ്യത്തിനുള്ള മുളകും പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല. നല്ലൊന്ന് പച്ചമണം മാറുന്നവർക്ക് നമുക്ക് ഇളക്കി കൊടുക്കാം. പച്ചമണം മാറിയതിൻ്റെ ശേഷം അരച്ച് വെച്ച പേസ്റ്റ് അതിൽ ഒഴിച്ച് കൊടുക്കാം. നല്ലൊന്ന് മിക്സ് ചെയ്യാം. അടി പിടിക്കട്ടോ. നമ്മൾ ഇളക്കി കൊടുക്കണം. കുറച്ച് അരച്ച വെള്ളം തന്നെ കുറച്ചും കൂടി ഒഴിച്ച് കൊടുത്തു. നല്ല ഇളക്കി കൊടുത്തിട്ടില്ലെങ്കിൽ അടി പിടിക്കും കേട്ടോ. വറുത്ത് വെച്ച കോവക്ക ഇട്ട് കൊടുക്കാം. നല്ലൊന്ന് മിക്സ് ചെയ്യാം. കുറച്ച് വെള്ളം ചേർത്തിട്ടോ അതിൽ. ഒരു 2 മിനിറ്റ് ഉപ്പുണ്ടോ നോക്കിയിട്ട് ലേശം ഉപ്പിട്ടിട്ട് 2 മിനിറ്റ് അടച്ച് വെക്കാം. ലേശം മല്ലിയില ഇട്ട് കൊടുത്തു കേട്ടോ. നല്ലൊന്ന് മിക്സ് ചെയ്യാം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ കോവക്ക ഗ്രേവി റെഡിയായി. അത് നമുക്ക് വേറൊരു പാത്രത്തേക്ക് മാറ്റാം. നല്ല ടേസ്റ്റാണ്. ഇന്നത്തെ ലഞ്ചിൻ്റെ സ്പെഷ്യൽ ഇതാണ് കേട്ടോ. കോവക്കയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല രുചിയാണ്. എല്ലാവരും കഴിച്ചു നോക്കി.